Alhamdulillah. Alhamdulillahi Rabbil Alameen. Alladhi khalaqal insana wa 'allamahul bayan. Alladhi ahalla 'alayna 'Eidul Fitr al-Mubarak 'alal mu'minin. Nahmadullaha wa nasta'inuhu wa nastaghfiruhu wa nastahdihi wa natawakkalu 'alayhi. Wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fahuwal muhtadi wa man yudlil falan tajida lahu waliyyan murshida. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan 'abduhu wa rasuluhu. Arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-dini kullihi walau karihal musyrikun. Allahumma salli 'ala Muhammadin wa 'ala ali Muhammad kama sallaita 'ala Ibrahim wa 'ala ali Ibrahim wa barik 'ala Muhammadin wa 'ala ali Muhammad kama barakta 'ala Ibrahim wa 'ala ali Ibrahim fil 'alamin innaka Hamidum Majid. Ayyuhal mustami'unal kiram wal ahibba, ya ayyuhalladhina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. A'udzu billahi as-sami'il 'alim minasy syaithanir rajim. Bismillahirrahmanirrahim. Yawma tajidu kullu nafsin ma 'amilat min khairin muhdara wa ma 'amilat min su'in tawaddu law annaha bainaha wa bainahu amadan ba'ida wa yuhadhdhirukumullahu nafsahu wallahu ra'ufun bil ibad. Sadaqallahul aliyyul azim. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും തഖ്വയോടുകൂടി ജീവിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതാബോധവും അവൻ്റെ വിരോധ നിരോധങ്ങളും അനുവദനീയങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തഖ്വയോടെ മുന്നോട്ട് ഗമിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസികളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഒരു തക്ബീർ ദിനം കൂടി തുന്നിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്.
വിശുദ്ധ റമദാനിൻ്റെ പകലിരവുകൾക്കു ശേഷം അടുത്ത റമദാനിൽ വരെയുള്ള ജീവിതകാലത്തേക്ക് ഊർജം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിട്ടുള്ളത്. കേവലമായ ഒരു കലണ്ടറിലെ തീയതി മാറി എന്നതിൻ്റെ അപ്പുറത്ത് ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ശവ്വാൽ അമ്പിളി വരികയില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്കുള്ള തേട്ടത്തിലേക്കുമുള്ള സന്ദർഭമാണിത്. ഈദ്ഗാഹുകളിൽ സന്തോഷങ്ങൾ പങ്കുവച്ച് ഹൃദയവും തമ്മിൽ ചേരുകയും പരസ്പരം ആലിംഗനം നടത്തുകയും ഇസ്ലാമിൻ്റെ ഗ്രീറ്റിംഗ്സ് കൈമാറുകയും ചെയ്ത വിശ്വാസികളാണ് നമ്മൾ. റഹ്മാനും റഹീമുമായ തമ്പുരാൻ ഇന്നത്തെ പ്രഭാതത്തെ ഏറ്റവും നല്ല പ്രഭാതമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പെരുന്നാളിൻ്റെ സുദിനം സന്തോഷങ്ങളുടെ സുദിനമാണ്. അള്ളാഹുവിനോട് അവൻ വലിയവനാണ് എന്ന് ഉറക്കെ പറയാൻ വിശ്വാസികൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം കൂടിയാണ്. ആ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവസ്ത്രത്തിൻ്റെ വസ്ത്രധാരണം മാത്രമല്ല അതിലുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് ചില മാറ്റങ്ങൾ നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രതീക്ഷകളോടെ ആകാംക്ഷകളോടെ അള്ളാഹുവിലേക്ക് മുന്നേറാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ കഴിഞ്ഞ റമദാൻ നമുക്ക് ഏറ്റവും അനുകൂലമാവും. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഒരു കവി റമദാൻ ഇങ്ങനെ പടിയിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിന്ന് പുറത്തു വന്ന ചില വരികളുണ്ട്. ആ വരികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും സുന്ദരമാക്കി എടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആ കവി പറയുന്നത്, റമദാനു വൽ മുഹൈമിനു അലിമു ഹൽ യാ തുറാ ബഅദൽ ഫിറാഖി തലഖി എന്നാണ്. റമദാൻ അത് കടന്നുപോയി, അത് കൊഴിഞ്ഞുപോയി, അതിൻ്റെ 29 ഇലകളും പഴുത്ത ഭാഗമായി നമ്മളിൽ നിന്ന് അതകന്നുപോയി. ഹൽ യാ തുറാ ബഅദൽ ഫിറാഖി തലഖി, ഇനി വരാനിരിക്കുന്ന റമദാനിനെ നിനക്ക് കണ്ടുമുട്ടാൻ കഴിയുമോ എന്നാണ് കവി നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം. ഓരോ റമദാനുകൾ പടിയിറങ്ങുമ്പോഴും ഓരോ ശവ്വാലമ്പിളി നമ്മളിലേക്ക് തുന്നിച്ചേർക്കപ്പെട്ട് ആഘോഷത്തിൻ്റെ ഒരവസരത്തിൽ തക്ബീർ ധ്വനികളുമായി നമ്മൾ പോകുമ്പോഴും അടുത്ത റമദാന് നമുക്ക് തുന്നിച്ചേർക്കപ്പെടുമോ എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയും ഒരാകാംക്ഷയും വിശ്വാസിക്കുണ്ടെങ്കിൽ ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനാണ്. അതുകൊണ്ടാണ് മഹാരഥന്മാരായ ആളുകൾ ശവ്വാൽ മുതൽ റബീഉൽ ആഖിർ വരെ അള്ളാഹുവിനോട് റമദാനിനെ കബൂൽ ചെയ്യണമേ എന്ന പ്രാർത്ഥന നടത്താറുള്ളത്. കാരണം 30 ദിനരാത്രങ്ങൾ ചില്ലറക്കാരനല്ല, അത് മൂല്യമുള്ള ദിനരാത്രങ്ങളായിരുന്നു. അതിൽ ചില ടൈം മാനേജ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു, അതിൽ ചില പ്രത്യേകതകൾ നമ്മൾ നൽകിയിരുന്നു.
ഇന്ന് മഗ്രിബ് ബാങ്ക് കേൾക്കുന്നതിനേക്കാൾ ശ്രദ്ധ ഇന്നലത്തെ മഗ്രിബ് ബാങ്കിന് നമുക്കുണ്ടായിരുന്നു. ഇന്ന് കേട്ട സുബഹി ബാങ്കിനേക്കാൾ ശ്രദ്ധ കഴിഞ്ഞ ദിവസങ്ങളിലെ സുബഹി ബാങ്കുകൾക്കുണ്ടായിരുന്നു. മറ്റു നമസ്കാരങ്ങളിലെ സൂക്ഷ്മതയും തദൈവയാണ്, ഒരു വ്യത്യാസവുമില്ല. കാരണം വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആമീൻ പറയുകയും ചെയ്ത കൂട്ടത്തിൽ എന്നെ പെടുത്തരുതേ എന്ന മനോവിചാരമാണ് റമദാനിനെ സജീവമാക്കുന്നതിൽ വിശ്വാസി മുന്നിട്ടിറങ്ങിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നേരമുണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഷഅബാനിൽ ഉണ്ടായിരുന്ന സമയം തന്നെയായിരുന്നു റമദാനിലുമുള്ളത്. അതുകൊണ്ടാണ് കവി ചോദിക്കുന്നത്, വദഅതുഹു വല്ലാഹു യഷ്ഹദു അന്നനി, ഞാൻ അതിനോട് വിട പറഞ്ഞു. വല്ലാഹു യഷ്ഹദു അന്നനി, അല്ലാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാണ്. അഗ്ഫു ഇലാ റമളാന അഗ്ഫു ഇലാ റമളാന കൽ മുഷ്താഖി, ഒരാകാംക്ഷയുള്ളവനെ പോലെ ഞാൻ റമളാനിലേക്ക് മോഹിക്കുന്നുണ്ട്. ആ കവിയുടെ ജീവിതത്തെ നമുക്ക് കാണാം. അദ്ദേഹം റമളാനിൽ ജീവിച്ച് റമളാനിൽ വിട പറയാനിരിക്കുന്ന റമളാനിനെ, അടുത്ത റമളാനിനെ മോഹിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സാക്ഷിയാക്കി അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മോഹിക്കുന്നതിൻ്റെ കൂടെ, ഞാൻ അതിനെ തേടുന്നതിൻ്റെ കൂടെ ഞാൻ ഒന്നുകൂടി തേടുന്നുണ്ട് കേട്ടോ. എന്താണ് ആ തേട്ടം? വല്ലാഹു അസ്അലു അൻ യുബല്ലിഗ ഉമ്മതി, വല്ലാഹു അസ്അലു അൻ യുബല്ലിഗ ഉമ്മതി റമളാനു ഷാഹിദത്തുൻ ബിദാ അശ്വാഖി. എത്ര സുന്ദരമാണ്! എൻ്റെ ജീവിതത്തിലേക്ക് ഒരു റമദാൻ കൂടി കിട്ടണമെന്ന ഒരു മോഹം എനിക്കുണ്ട്. അതെൻ്റെ സ്വാർത്ഥതയാണ്. പക്ഷെ ആ സ്വാർത്ഥതക്കപ്പുറം ഞാൻ ഒന്നുകൂടി അള്ളാഹുവിനോട് എന്നെക്കുറിച്ച് മാത്രമല്ല ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, വല്ലാഹു അസ്അലു അൻ യുബല്ലിഗ ഉമ്മതി, അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കവിത കേൾക്കുമ്പോൾ തന്നെ, അതിൻ്റെ അവസാന ഭാഗം കേൾക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ അതിൻ്റെ ഭാഗമായി മാറുകയാണ്. അള്ളാഹുവിനോട് ഞാൻ യാചിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? അൻ യുബല്ലിഗ ഉമ്മത്തി റമളാൻ. പടച്ചവനെ, ഈ ഉമ്മത്തിന്, ഈ സമുദായത്തിന്, നിനക്ക് കീഴൊതുങ്ങിയവർക്ക്, പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക്, ആകാംക്ഷയോടെ റമളാനിൻ്റെ പകലിരുവുകളെ കാത്തിരിക്കുന്നവർക്ക് ഒരു റമളാനിനെ കൂടി നീ എത്തിച്ചു തരാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ കവിതയുടെ അർത്ഥം അത്രമാത്രം ഡെപ്തുള്ളതാണ്. തീർന്നില്ല. ഷാഹിദത്തും ബിദാ അശ്വാഖി. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ആകാംക്ഷകൾ അതിന് സാക്ഷിയായിരിക്കട്ടെ എന്ന്. നിരന്തരമുള്ള പ്രാർത്ഥനകൾ, നിരന്തരമുള്ള അള്ളാഹുവിനോടുള്ള തേടലുകൾ, അതാണ് ചിലതിനെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതും ചില തടസ്സങ്ങളെ നമ്മളിൽ നിന്ന് നീക്കുന്നതും എന്ന് നമ്മൾ ആലോചിക്കേണ്ട സന്ദർഭമാണ്. വിശുദ്ധ ഖുർആൻ സൂറ ആലി ഇംറാനിൽ പറയുന്നുണ്ട്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈർ മുഹ്ളറ. വിശ്വാസി സമൂഹത്തോട്, അള്ളാഹുവിൻ്റെ അടിമകളോട്, ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരോടും ആമായി കൊണ്ട് അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈർ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ. ഓരോ മനുഷ്യനും താൻ അനുഷ്ഠിച്ച സൽക്കർമ്മത്തിൻ്റെയും വമാ അമിലത് മിൻ സൂഇൻ, അവൻ അനുഷ്ഠിച്ച ദുഷ്കർമ്മത്തിൻ്റെ ഫലം കണ്ടെത്തുന്ന ഒരു നാൾ വരാനിരിക്കുന്നു എന്നുള്ളതാണ്. തവദ്ദു ലൗ അന്ന ബൈനഹ വബൈനഹു അമദൻ ബഈദ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ വല്ലാഹു റഊഫും ബിൽ ഇബാദ്.
അന്നാളിൽ ആ ആത്മാവും പരലോകവും തമ്മിൽ ബന്ധിപ്പിക്കപ്പെടുന്ന ഒരു നാളിനെക്കുറിച്ച് അല്ലാഹു പറയാണ്. അന്നാളിൽ ആ ദിനം അതിദൂരം അകന്നുപോയെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകും മനുഷ്യൻ. അള്ളാഹു നിങ്ങളെ അവനെക്കുറിച്ച് ഭയപ്പെടുത്തുന്നു. അള്ളാഹു അവൻ്റെ അടിമകളോട് കൃത്യതയുള്ള നിലപാട് സ്വീകരിച്ച് അതിരറ്റ ദയുള്ളവനാകുന്നു എന്ന് അള്ളാഹു സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏറ്റവും നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഈ വിശുദ്ധ ശവ്വാലിൻ്റെ ആദ്യ ദിനം മുതൽ നമ്മെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ആ വലിയ സംവിധാനങ്ങളെ നമ്മൾ ഗ്രാജുവേഷൻ പൂർത്തിയായ ദിവസമാണ്. ഒരു 30 ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കിക്കൊണ്ട് ഇവിടേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഒരു ജയില് പോലെയുള്ള ഒരു അനുഭവത്തിലൂടെ തൊടാൻ പാടുള്ളത്, എടുക്കാൻ പാടുള്ളത്, കാണാൻ പാടുള്ളത് പലതിനെയും ഹലാലുകളെ ഹറാമുകളാക്കിക്കൊണ്ട് നമ്മളെ ഇങ്ങനെ ഉള്ളിലെ ദേഹേച്ഛകളെ ചങ്ങലക്കിട്ടുകൊണ്ടുള്ള ഒരു സെല്ലുലാർ ജയിൽ എന്ന പോലെയായിരുന്നു വിശ്വാസിയുടെ ജീവിതം. അതൊരു ജയില് മാത്രമല്ല, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ചേർത്ത് വെക്കാനുള്ള ഒരു പ്രതീക്ഷയുടെ ജീവിത വസന്തീകരണമായിരുന്നു എന്നതാണ്. ആ വസന്തീകരണത്തിന് ശേഷം സന്തോഷത്തിൻ്റെ വിഹിതം കിട്ടുന്നു എന്ന ഒരു ഉൾപ്പുളകം യഥാർത്ഥത്തിൽ അവനുണ്ട് എന്നതാണ്. പടച്ചവന് വേണ്ടി ഞാൻ നോമ്പ് നോറ്റു, പടച്ചവന് വേണ്ടി ഞാൻ സകാത്തുൽ ഫിത്ർ കൊടുത്തു, പടച്ചവൻ പറഞ്ഞിട്ട് ഞാൻ ഖിയാമുൽ ലൈലിൽ പങ്കെടുത്തു, ഉറക്കത്തെ മാറ്റിവെച്ച് ഭൗതികമായ സംവിധാനങ്ങളെ മാറ്റിവെച്ച് ഭൗതികമായ എല്ലാ സംവിധാനങ്ങളെയും അരികത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് പാരത്രികമായ വിജയത്തിന് ഞാൻ എൻ്റെ മൽജയിൽ നിന്ന് എഴുന്നേറ്റു. ആർക്ക് വേണ്ടി? അള്ളാഹുവിന് വേണ്ടി മാത്രം. അതുകൊണ്ട് സന്തോഷത്തിൻ്റെ വിഹിതം എനിക്ക് കിട്ടണം. അത് കേവലം ഒരു തക്ബീർ ധ്വനികളുടെ ശവ്വാലമ്പിളിയോടെ തക്ബീർ മുഴക്കുന്നത് മാത്രമല്ല, മറിച്ച് പടച്ചവനെ എനിക്ക് നീ റയ്യാൻ തരണം എന്നതാണ്. ആലോചിച്ച് നോക്കൂ, സ്വർഗത്തിന് 8 കനകവാതിലുകളുണ്ട്. ആ 8 വാതിലുകളിൽ ഏറ്റവും അലങ്കരിക്കപ്പെട്ട വാതിലേതാണ്? മുത്തുകൾ കൊണ്ടും പവിഴങ്ങൾ കൊണ്ടും അതുപോലെ നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ വളരെ കൃത്യതയോടെ അലങ്കരിക്കപ്പെട്ട ഒരു വാതിലിൻ്റെ പേര് റയ്യാൻ എന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്ന മലക്കുകളും തിരിച്ച് അള്ളാഹുവിലേക്ക് കയറിപ്പോകുമ്പോൾ റയ്യാൻ എന്ന കവാടത്തിൽ അവരെത്തി നിൽക്കുമ്പോൾ അവർ റയ്യാൻ എന്ന കവാടത്തിലൂടെ നോക്കിക്കൊണ്ട് പറയുമത്രേ, സന്തോഷിക്കുക, വരുന്നുണ്ട്. അള്ളാഹുവിന് സമർപ്പിച്ചവർ വരുന്നുണ്ട്, അള്ളാഹുവിന് ജീവിതത്തെ കൊടുത്തവർ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 1 മാസക്കാലം അവർക്ക് വേണ്ടി കൊടുത്ത് നേടിയെടുത്ത് വിജയശ്രീ ലാളിതരായി വരുന്നുണ്ട്. അതുകൊണ്ട് റയ്യാൻ എന്ന കവാടമേ ഒരുങ്ങിയിരിക്കുക എന്ന് ഈ മലായിക്കത്തുകൾ ചെന്നുകൊണ്ട് റയ്യാനോട് പറയുമത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അതിലൂടെ കടന്നു പോകുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചാർജായിട്ടുണ്ട്, വീഴ്ചകളുണ്ട്, പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരുമായൊക്കെ നമുക്ക് പലതും സംഭവിച്ചിട്ടുണ്ട്. ഈമാനിൻ്റെ കുറവ് ചിലപ്പോൾ വന്നുപോയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ നമുക്ക് ചില ചാർജ് ലഭിച്ചിട്ടുണ്ട്. ആ ചാർജിനെ നിലനിർത്തുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്നത്. നിസ്കാരം കൃത്യസമയത്ത് നമസ്കരിക്കാൻ, വിശുദ്ധ ഖുർആനിനോടുള്ള ബന്ധം ശവ്വാലോടുകൂടി തീരാതെ ഒന്നുകൂടി അതിലേക്ക് മുഖം കൊടുക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം പരീക്ഷണ കാലഘട്ടം വരികയാണ്. ഇന്നലകളെ ജീവിച്ചതുപോലെയല്ല നാളെയുടെ ജീവിതം എന്ന് ഞാനും നിങ്ങളും ഓർക്കണം. ഫിലിസ്തീനിലെ മക്കൾ അതിൽ ഗ്രാജുവേറ്റ് നേടിയ ആളുകളാണ്. ഫിലിസ്തീനിലെ ഷാബ് അതിൽ ഗ്രാജുവേറ്റ് നേടിയ ആളുകളാണ്. ഫിലിസ്തീനിലെ ജദ്ദ് അതൊക്കെ അവർ ഗ്രാജുവേറ്റ് നേടിയ ആളുകളാണ്. എന്തിൽ ഗ്രാജുവേറ്റ് നേടിയവരാണവർ? അള്ളാഹുവിന് സമർപ്പിച്ച് ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ ജീവിതത്തെ കൊടുത്തു
പരീക്ഷണങ്ങളെ അള്ളാഹുവിൽ നിന്നാണ് എന്ന് കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് സമർപ്പിച്ചവരാണവർ. അതുകൊണ്ട് കുവൈത്ത് ഭരണാധികാരി 2024 അവസാനത്തിലും 2025 ആദ്യത്തിലും അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, റീഹാബിലേഷൻ പ്രൊജക്റ്റിനെ കുറിച്ച്. വലിയ തുകയുടെ പ്രൊജക്റ്റിനെ കുറിച്ച് ചോദിച്ചു അവരോട്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ വീടുകളില്ല, നിങ്ങൾക്ക് കിടക്കാൻ കിടപ്പാടങ്ങളില്ല, നിങ്ങൾക്ക് ധരിക്കാൻ വസ്ത്രങ്ങളില്ല, നിങ്ങൾക്ക് കഴിക്കാൻ നല്ല ഭക്ഷണമില്ല, നിങ്ങൾക്ക് അടുപ്പ് കൂട്ടാൻ നല്ല ഒരു സംവിധാനമില്ല, നിങ്ങളുടെ കുട്ടികൾക്ക് കിടന്നുറങ്ങാൻ ഒരു ഷെൽട്ടറില്ല. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവരവരോട് പറഞ്ഞതിതാണ്, ഞങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ ഞങ്ങൾക്ക് പള്ളി വേണം എന്നതാണ്. അവരതിൽ വിജയിച്ചവരാണ്. ഭൗതികമായ സംവിധാനങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തെ നേരിട്ടുകൊണ്ട് എന്തും ഞങ്ങൾ നേരിടും എന്ന നിശ്ചയദാർഢ്യമുള്ള ഒരു സബറിൻ്റെ, ക്ഷമയുടെ, ഇസ്തിഖാമത്തിൻ്റെ പ്രതീകമാണ് ഗസ്സ. അതുകൊണ്ട് ഗസ്സ നമുക്കൊരു പാഠമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പരീക്ഷണത്തിൽ എന്നും ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കും അങ്ങനെ ജയിക്കാൻ കഴിയണം. നമുക്കും ജയിക്കാൻ കഴിയണമെങ്കിൽ ഈ റമദാനിലൂടെ നമ്മൾ നേടിയെടുത്ത ക്ഷമയുടെയും ഇസ്തിഖാമത്തിൻ്റെയും ഈമാനിൻ്റെ വർധനവൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഈദിൻ്റെ സുദിനം അല്ലാഹു ഏറ്റവും നല്ല അനുഗ്രഹത്തിൻ്റെ സുദിനങ്ങളാക്കി നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളുടെ തക്ബീറുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളുടെ തഹ്ലീലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ